രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾ നിലവിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്. വാർഷിക ലാഭത്തിന്റെ 15%മാണിത്. കുവൈറ്റിൽ നേരിട്ടോ പ്രാദേശിക ഏജൻസി മുഖേനയോ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾക്കെല്ലാം നികുതി അടക്കൽ നിർബന്ധമാണ്. ഇതേ മാതൃകയിൽ സ്വദേശി കമ്പനികൾക്കും ആദായ നികുതി ഏർപ്പെടുത്താനാണ് ധനമന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. ഇതിനായുള്ള ശുപാർശ ഉടൻ സർക്കാരിൽ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും പൊതുചെലവ് കാര്യമായി കുറയ്ക്കുകയും ചെയ്തില്ലെങ്കിൽ 2018 ആകുമ്പോഴേക്കും കുവൈത്ത് സമ്പദ്ഘടനയിൽ വിള്ളലുകൾ വീഴുമെന്ന് അടുത്തിടെ കുവൈത്ത് സന്ദർശിച്ച IMF മേധാവി ക്രിസ്റ്റീൻ ലഗാർഡെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്വദേശി കമ്പനികൾക്കും ആദായ നികുതി ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ഒരുങ്ങുന്നത്. സർക്കാർ മേഖലയിലെ ശമ്പളത്തിനും അടിസ്ഥാന സേവനങ്ങൾക്കായി നൽകുന്ന സബ്സിഡി ഇനത്തിലുമാണ് പൊതുചെലവിന്റെ ഭൂരിഭാഗവും ഉപയോഗിക്കപ്പെടുന്നത്. പൊതുചെലവ് കുറക്കുന്നതിനു വേണ്ടി സബ്സിഡി വെട്ടി കുറക്കാൻ അടുത്തിടെ ധനമന്ത്രി നീക്കം നടത്തിയിരുന്നു. അതേസമയം രാജ്യത്തെ ജനസംഖ്യയുടെ 2/3 വരുന്ന വിദേശികൾ കഴിഞ്ഞ വർഷം മാത്രം നാട്ടിലേക്ക് അയച്ചത് 440 കോടി ദിനാറാണെന്ന് കുവൈത്ത് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിദേശികൾ പുറത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തുന്ന കാര്യവും മന്ത്രാലയത്തിന്റെ ശുപാർശയിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തിയാൽ പ്രാദേശിക വിപണിയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കാൻ വിദേശികൾ നിർബന്ധിതരാകുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.